ഇത്രയും നേരമായിട്ട് ഒരാളും എത്തിയിട്ടില്ലല്ലോ. ഇതാ നമ്മുടെ കൃഷി ഓഫീസ്. ഇനിയിപ്പോ എന്നാ ചെയ്യാൻ? അവിടെ എങ്ങാനും പോയി ഇരിക്കാം. രണ്ടു കോണിൽ ഏഴ. പറയൂ. പറയുന്ന അതിപ്പോ കാറ്റും മഴയായിട്ട് ഒരുപാട് സ്ഥലത്ത് പിന്നെ കൃഷി നശിച്ചിട്ടുണ്ട്. നിങ്ങളെ കാര്യം മാത്രമല്ലല്ലോ അത്. അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെ പ്രകൃതി ഉണ്ടാക്കണല്ലേ. ശരി വെച്ചോളി. അല്ല കേട്ടോ, വല്ലാത്തൊരസുഖ. ഈ വായുമുട്ട് വന്ന സഹിക്കുകയല്ല കേട്ടോ സാറേ. ഈ സാറേ, ഈ ചെറുപുളി ഉണ്ടല്ലോ, ചെറുപുളി, അത് അരിഞ്ഞ് നല്ലപോലെ ചതച്ച അതിന് കുറച്ച് ചെറുനേരം അതൊന്ന് ഇളക്കി ഒരു 3 നേരം 3 ദിവസം അങ്ങ് കഴിച്ചാൽ ഉണ്ടല്ലോ. അതുപോലെ ഈ കുത്തി ചുമയൊക്കെ എല്ലാം ഉണ്ടെങ്കിലേ ഈ ഗ്രാമ്പു ഉണ്ടല്ലോ, ഗ്രാമ്പു ഒന്ന് നല്ലപോലെ ചതച്ച് തേൻ ചേർത്ത് ഒരു 1/2 മുറി ചെറുനാരങ്ങ അങ്ങ് പിഴിഞ്ഞ് അങ്ങ് സേവിക്കണം. എല്ലാം അങ്ങ് മാറും കേട്ടോ. അതെ, മരുന്നൊന്നിപ്പോ വേണ്ട. ഒന്നാമത് വല്ലോ ശമ്പളം കിട്ടിയിട്ടൊക്കെ വരും. ഇതിപ്പോ ഇടത്തേർത്തൊക്കെ വന്ന കാശ് വേണ്ടേ? ഞാൻ മരുന്ന് കച്ചവടത്തിന് വന്നതല്ല കേട്ടോ സാർ. ഇദ്ദേഹത്തിനെ വന്നപ്പോ നല്ല വലിവ്. അപ്പൊ മരുന്ന് വലിക്കണം. നാടൻ മരുന്നൊക്കെ ഒരുപാട് ഉപയോഗിച്ച് പറ്റാനായിട്ട് ഇപ്പൊ എന്തോങ്ങനെ അടിക്കണം അല്ലേ? പാരമ്പര്യമാണോ? എന്താ വന്നെന്താ മാറുകയല്ല കേട്ടോ. എന്താ വന്നില്ലാത്ത അലർജിക്കലാ മാറും സാറേ. ഞാനൊരു കൃഷിക്കാരനാ. 100 പറയ്ക്ക് കൃഷി ഉണ്ടായിരുന്ന എനിക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല കേട്ടോ, എല്ലാം പോയി നയിച്ച്. അതുവഴി റോഡൊക്കെ വന്നപ്പോഴേ കുറെ പേരൊക്കെ കൊടുത്ത് എന്റെയും കൂടെ സ്ഥലമൊക്കെ പോയി. പിന്നെ മക്കളൊന്നും ഇല്ല കേട്ടോ. ഇപ്പൊ എല്ലാവരും പുറത്ത് അവിടെ ഇവിടെയൊക്കെ ജോലി ചെയ്യുക. അപ്പൊ എനിക്ക് താല്പര്യം കൊണ്ട് എനിക്ക് കൃഷിയല്ലാതെ വേറെ ഒന്നും അങ്ങ് എനിക്ക് ഇഷ്ടപ്പെടുകയല്ല. പിള്ളേരെല്ലാം പറഞ്ഞു വേറെ എന്തെങ്കിലും കടയെല്ലാം ഇട്ടേച്ചും എന്തെങ്കിലുമൊക്കെ ചെയ്യാമേ. എനിക്ക് താല്പര്യമില്ല കേട്ടോ. അപ്പൊ എനിക്ക് വേണ്ടി ഒരു 10 ഏക്കർ അങ്ങനെ നിർത്തിയിരിക്കുക. 10 ഏക്കർ തന്നെ. 10 ഏക്കർ കൃഷിയുണ്ട്. അത് ഞാൻ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്നാന്ന് വെച്ചാല് ഈ വെള്ളം അങ്ങ് കയറുമ്പോ ഈ ആഫ്രിക്കൻ പായലെല്ലാം കൂടി അങ്ങ് വന്നങ്ങ് നശിപ്പിച്ച് കളയുക. ഇപ്പൊ നെല്ലേതാ പായലേതാന്നൊന്നും അറിയാൻ പറ്റുകയല്ല. അങ്ങനെ കിടക്കുക. അപ്പൊ എനിക്ക് കുറച്ച് കീടനാശിനി ഉണ്ടെങ്കിൽ ഒന്ന് തന്നേക്കണം. അല്ല, ഈ ആഫ്രിക്കൻ പായൽ പോവാൻ കീടനാശിനി പറ്റുന്ന ആരാ പറഞ്ഞു? ആരും പറഞ്ഞിട്ടല്ല. ഇത് കൃഷി ഓഫീസാണല്ലോ. അപ്പോ ഇവിടെയും കുറെ കീടനാശിനികളുണ്ടല്ലോ. നിങ്ങളല്ല എന്റെ സാറേ, ഇവിടെ കീടനാശിനികൾ വല്ലതും ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സഹായിച്ചാ നന്നായി കേട്ടോ. അല്ല, ഈ ആഫ്രിക്കൻ പായലിന് കീടനാശിനി ഉപയോഗിക്കാൻ പറ്റൂല എന്നുള്ളത് ഇപ്പൊ നമുക്ക് അങ്ങനെ എടുത്തു തരാൻ പറ്റില്ല. സാറകത്തുണ്ട്, കൃഷി ഓഫീസറെ. ആ സാറോട് ചോദിച്ചോ. അവിടെയാണ് കീടനാശിനി. അല്ല, സാറിന്റെ അടുത്ത് കാണുമല്ലോ കീടനാശിനി. വലിയ ഉപകാരം കേട്ടോ. എന്തെങ്കിലും ഒരു സഹായം
അദ്ദേഹം പറഞ്ഞ ഒന്ന് ചെയ്തേക്കണം കേട്ടോ. ഓ അതിനാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. പ്രായമായ ആളാ. വലിയ താല്പര്യ കൃഷിക്ക്. അതല്ലാതെ ഒന്നും വേറെ ചെയ്യാൻ താല്പര്യമില്ല എനിക്ക്. വിളവനെ വിളഞ്ഞ വിത്ത കീടനാശിനി നമ്മൾ എന്തൊക്കെ ട്രോളാണ് ഇറങ്ങണത്. പണ്ടൊക്കെ ഇതെന്താ ആരാങ്ങള് ഇതെനിക്ക് എന്നതാ എനിക്ക് അറാമാണത്. അത് അടിക്കുന്നത് എന്നതാ അങ്ങനെ അടിക്കുന്നത് സാറേ? ഇതൊരു പ്ലാസ്റ്റിക് കുപ്പിയല്ലയോ? പ്ലാസ്റ്റിക് കുപ്പിയാ? പ്ലാസ്റ്റിക് കുപ്പി എന്റെ മേലുള്ള എന്നെ കൊണ്ട് പറയിപ്പിക്കണം. അതെന്തിനാ ഇവിടെ കൊണ്ടുവച്ചെങ്ങള്? അയ്യോ ഇതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. അതിന്റെ അകത്ത് ഇടിയത് അതിന്റെ അകത്ത് ഇടി ഫുള്ളും ആപ്പും ഒക്കെ ഉണ്ടല്ലോ. കോട്ടറുണ്ടോ നീ? കാര്യങ്ങളൊക്കെ അറിയാം അല്ലയോ? ഓഫീസിൽ ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. അതാണ്. എന്താ വന്ന് ആരാങ്ങള്? എന്താണ് കാര്യം? സാറേ എന്റെ പേര് ശീതളെന്നാ. ഞാനൊരു കൃഷിക്കാരനാ. ഇപ്പൊ ഈ നമ്മുടെ നാട്ടില് ആഫ്രിക്കൻ പയറുണ്ടല്ലോ, അതും അങ്ങ് കൃഷിയെല്ലാം നശിച്ചു പോയി. അതെ, പവിത്ര, പഞ്ചമി, കാഞ്ചന, കൈരളി ഇതിൽ ഏത് വിത്തങ്ങൾ കൊണ്ടേന്? ഇവിടത്തെ വിത്ത് ഉപയോഗിക്കാൻ മാത്രം അത്ര കഴുതൊന്നും അല്ല ഞാൻ. അതുകൊട്ടെ ഏത് വളം ഉപയോഗിച്ചിരുന്നത്? വളമൊക്കെ ഞാൻ കടം മേടിച്ചും തിരി കഷ്ടപ്പെട്ടുമൊക്കെ നല്ല തരത്തിലൊക്കെ ഉപയോഗിച്ചതാ. പക്ഷെ അതിന്റെ അടിസ്ഥാനം മുഴുവൻ അങ്ങ് ആഫ്രിക്കൻ പായൽ കൊണ്ടുപോയി. ഈ ആഫ്രിക്കൻ പായൽ നശിപ്പിക്കാനേ ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെ നമ്മുടെ നാട്ടിൽ കണ്ടെത്തിയില്ല. അത് അനുഭവിക്കുന്ന യോഗം വലിയ ശല്യമാ. എന്നതാപ്പ ചെയ്യണ്ടേ? ഇനിയിപ്പോ നിങ്ങൾക്ക് ഈ പായൽ അത്ര ബുദ്ധിമുട്ടുണ്ടാക്കണ്ടെങ്കിലേ ഒരു താൽക്കാലികത്തിനൊരു പരിഹാരം ഞാൻ പറഞ്ഞുതരാം. ഒരു മോട്ടർ വാടക എടുക്കുക. എന്നിട്ട് നിങ്ങളെ നിലത്തുള്ള ഈ വെള്ളവും പായലൊക്കെ അടുത്ത പാടത്തേക്ക് കണ്ട് ഒഴുക്കി വിട്ടാള്. അത് എന്നാ വർത്തമാനാ പറയുന്നത്? അങ്ങനെ ചെയ്യാവോ? അവരാണെങ്കിലും കൃഷിയല്ലയോ ചെയ്യുന്നത്, കൃഷിക്കാരല്ലയോ? വേറെ വഴിയില്ല. അതാണ് ഇതിപ്പോ എന്താ അറിയോ, ശരിക്കും ഈ ആഫ്രിക്കൻ പായൽ നമ്മളെ നാട്ടുകാരനല്ല. ബ്രസീലുകാരനാ, നമ്മളെ റൊണാൾഡോന്റെ നാട്ടുകാരനാ. അദ്ദേഹത്തിന്റെ പൂർവ്വി ഇപ്പൊ നമ്മുടെ നാട്ടിൽ. അവന്റെ ശരിക്കുള്ള കുടുംബം ഏതാണെന്നറിയോ? സാൽവിനാസ്കി. അതെ നശിപ്പിന്റെ ആളാ. അല്ല, എനിക്കിപ്പോ ഇദ്ദേഹത്തിന്റെ കുടുംബ മഹിമ എന്ന് പറയേണ്ട കാര്യമില്ല. അല്ല, ഞാനൊരു അറിവിന് വേണ്ടി പറഞ്ഞാണ്. അതെ, ആഫ്രിക്കൻ പായലിന്റെ കുടുംബ മഹിമ അറിഞ്ഞിട്ട് നമുക്ക് എന്നതാകാം. അപ്പോ എനിക്കിതൊന്നും അങ്ങ് എന്റെ കണ്ടെത്തുന്ന ഇനിയിപ്പോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, കുട്ടനാട് പാക്കേജ് പദ്ധതിക്ക് എന്തെങ്കിലും സാധിക്കുള്ളൂ. അവിടെ പോയി കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ആണല്ലേ? എന്നതാ ചെയ്യണ്ടേ? ആ ഫോം കൊടുത്തിരി. ഇതിലേ ഞാൻ എഴുതി തരാം. ഇതവിടെ കൊണ്ട് കാണിച്ചാലേ, ഇതിപ്പോ അപ്പുറത്തെ റൂമില് ഒരു ക്ലർക്ക് ഇരിക്കുന്നുണ്ട്. സുഗതൻ എന്ന് പറഞ്ഞ ഒരാളാണ്. അയാളടുത്ത് കൊടുത്താൽ മതി, അയാൾ പറഞ്ഞു തരും. അപ്പുറത്തെ റൂമിൽ ഇരിക്കട്ടെ. സുഗതൻ എന്ന് പറയുന്നത് ഈ മുടി ഇങ്ങനെ ചെയ്യുന്ന ആളാണോ അതോ ഇങ്ങനെ വലിക്കുന്ന ആളാണോ? അത് മുടി ചെയ്യുന്ന ആള്. മണ്ടലത്തെ മുടി മുഴുവൻ കൊഴിഞ്ഞു പോയിന്നേ. ഇവിടെ നന്നായി വളരുന്നുണ്ട്. ഈ വളർന്നത് ഇവിടെ വളർന്നാൽ മതിയാണ്. പുറത്തുകൊണ്ടുവന്ന് ഒരുപാട് മുടി വേണ്ടോടത്ത് മാത്രമില്ല. ഇതെല്ലാം പാരമ്പര്യാന്ന്. ഇങ്ങനെ പോയ 2 കൊല്ലം കൊണ്ട് ഞാൻ മൊട്ടയാവൂട്ടോ. ഇതെങ്ങനെ ഒന്ന് കുളിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഇറക്കിയില്ലേ, പക്ഷെ നല്ല മുടിയാണ് കൊഴിഞ്ഞു പോവുക കേട്ടോ സാറേ. ഈ മുടി കൊഴിച്ചലിന് പല ഒന്നാം തരം ഒരു മരുന്നുണ്ട് കേട്ടോ. അതെ, അതെന്ത് മരുന്നാ? ഇത് ഈ കണ്ടാമൃഗം ഉണ്ടല്ലോ, കണ്ടാമൃഗം, അതിന്റെ തേറ്റ. അതാ ഇങ്ങനെ നിൽക്കുന്ന തേറ്റ ഇല്ലയോ, അതിന്റെ കൊമ്പ് കണ്ടില്ലയോ, അത് എടുക്കുക. പിന്നെ അതുപോലെ കരിമ്പുലി ഉണ്ടല്ലേ, കരിമ്പുലിയുടെ കരള അത് എടുക്കുക. ഇത് രണ്ടും ഉണക്കി നല്ലതുപോലെ പൊടിച്ച് തേൻ ചേർത്ത് ചാലിച്ചങ്ങ് കഴിക്കുക. എന്റെ കാരണവരെ കിട്ടണ വല്ല സാധനവും പറയേ. ഇതൊക്കെ ഇപ്പൊ നമുക്ക് കിട്ടണാണോ? അല്ല, അതേ എനിക്കറിയാല. അത് ആവശ്യമുള്ളവര് സംഘടിപ്പിക്കണം. നല്ല മരുന്ന് പറഞ്ഞു. അതുപോലെ എന്താ സാറെന്താ പറഞ്ഞത്? സാറ് പറഞ്ഞത് ഇതാ, എന്റെ ഈ അപേക്ഷ കൊടുത്തപ്പോ അതിന് ചുവടെ അങ്ങ് കുറിച്ചിട്ടുണ്ട്
ഇത് ഇവിടെ തരാൻ പറഞ്ഞു. നമ്മൾ പറഞ്ഞില്ലേ ഇത് നമ്മളൊന്നും വിചാരിച്ച നടക്കണല്ലേ. ഈ കുട്ടനാട് എന്ന് കേട്ടിട്ടില്ലേ? കാരണം ഒരു ഞാൻ കേട്ടിട്ടുണ്ടോന്നോ? കുട്ടനാട് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, അവിടെ താമസിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കുട്ടനാട് കൃഷിഭവനിൽ പോണം. അവിടെ കുട്ടനാട് പാക്കേജ് പദ്ധതി എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട്. അപ്പൊ ഇതിനുള്ള പ്രതിവിധി അവര് പറഞ്ഞു തരും. അത് ശരി. അപ്പൊ ഇവിടെ ഒന്നും ഇപ്പൊ ഇതിന് തരപ്പെട്ടതൊന്നുമില്ല. അല്ല, അത് അവിടുന്ന് തീരുമാനമായിട്ട് വേണം പിന്നീട് അതിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. എന്നാ വളരെ സന്തോഷം കേട്ടോ. ഞാൻ പറഞ്ഞ നല്ല മരുന്നാ കേട്ടോ. അത് കഴിച്ചു നോക്കിയാ നല്ല. രാഘവൻ സാറേ, ഈ കണ്ടാമൃഗത്തിന്റെ തേറ്റ എവിടുന്ന കിട്ടുക? അത് കിട്ടാൻ പറ്റും. അല്ല, ഈ കരിമ്പിലുള്ള കാഴ്ചബംഗ്ലാവേതാ? ചാവുന്നവരെ കാത്തിരിക്കാം. അതെ, ചത്താ കിട്ടും. കയ്യതിന്റെ മുകളിൽ നിന്ന് എടുക്കൂ, വിട്ടുക്കൂ. എന്തേ? കൂമ്പ് പോയി. കൂമ്പ് അതിപ്പോ ഈ പ്രായത്തിൽ ഇങ്ങനെ ഡെയിലി അടിച്ചു കഴിഞ്ഞാൽ കൂമ്പൊക്കെ പോവും. വായയുടെ കൂമ്പ്, എന്റെ കൂമ്പല്ല. എന്തിന്റെ കൂമ്പ്? വായയില്ലേ, വായ. വാഴയുടെ? അതിനിപ്പോ ഒന്നും ചെയ്യാനില്ല. ഈ കൂമ്പടഞ്ഞ വാഴല്ലേ, അതിന്റെ അടിഭാഗം അങ്ങോട്ട് വെട്ടിക്കളയാ. എന്നിട്ട് കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചാൽ മതി, പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. അതിന്റെ മുകളിൽ അങ്ങനെ അവർത്തണ്ട. അപ്പൊ വായന്റെ കാര്യം പോയി. അത് വീട്ടിലെ കൈപ്പക്ക, വെണ്ടക്ക, നരമ്പൻ, പിന്നെ കക്കിരി, വെള്ളരി നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. ഈ കൃഷിയൊക്കെ വീട്ടിലുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ സാറേ, അതൊന്ന് തെഴുത്ത് വരുമ്പോ ഈ കീടങ്ങളുണ്ടല്ലോ, വണ്ടല്ലോ വന്നിട്ട് നശിപ്പിച്ചാണ് ഇന്ന്. അപ്പൊ അതിനെല്ലാം കളയാൻ പറ്റി എന്തെങ്കിലും മരുന്ന് അടിക്കണ്ട. അല്ല, അതിന് ജൈവ കീടനാശിനിയാണ് ഉപയോഗിക്കേണ്ടത്. അത് മതി നമുക്ക്. ആ കൈ അതിന്റെ മുകളിൽ നിന്ന് എടുക്കേ. അല്ല സാറേ, ഇത് കുറച്ച് അങ്ങോട്ട് മാറ്റാൻ പറ്റുമോ? അപ്പൊ ഇതൊക്കെ കൈ അവിടെ വെക്കേണ്ട, കൈ താഴ്ത്തിട്ട് നിന്നാണ്ടാ? അല്ല, അത് നിങ്ങൾ ഉണ്ടാക്കണം കേട്ടോ. ആ ജൈവ കീടനാശിനി ഇവിടെ കിട്ടില്ല. എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്? അതിപ്പോ നമ്മള് ഇങ്ങോട്ട് കയറി വരുന്ന വഴിക്ക് നമ്മുടെ ഗേറ്റ് കണ്ടില്ലേ, അതിന്റെ ഇടതുവശത്ത് ഒരു പോസ്റ്റ് ഉണ്ട്. ഓ, അതാണ് സാറേ. അപ്പൊ ഈ പോസ്റ്റ് നമ്മ വീട്ടിൽ കൊണ്ടുപോയിട്ട് അത് കീറി പറിച്ചിട്ടിട്ട് കത്തിക്കണം. അതിന്റെ ഈ പുക കൊണ്ട് കീടങ്ങളെല്ലാം പോയിക്കോളൂ അല്ലേ? അതല്ല, ആ പോസ്റ്ററിൽ എഴുതിയിട്ടുണ്ട് എന്തെല്ലാം എങ്ങനെയാണ് കീടനാശിനി ഉണ്ടാക്കേണ്ടതെന്ന്. സാറിന്റെ പേരെന്താ? എന്റെ പേര് രാഘവൻ. അപ്പൊ ഞാൻ പോയിക്കോളാം സാറേ. വേടുന്ന പോലെ ചെയ്യാം. വളം ഉണ്ടാകുന്ന ഇഷ്ടാ വന്നത്. രാഘവൻ സാറേ, ആദ്യം ഈ കീടത്തിനെ നശിപ്പിക്കാനുള്ള കീടനാശിനി ഉണ്ടാക്കുന്നുണ്ട്. അല്ല, ഇവിടെ വരുന്നവരൊന്നും വലിയ വിളവന്മാരല്ല അല്ലേ? കമ്മീഷൻ വരുന്നത് ഇന്നാണ്. അതെ. ഓക്കെ. അപ്പൊ ബുക്ക് ചെയ്തല്ലോ അല്ലേ? 5 സ്റ്റാർ. ഇനി വേറൊരു കാര്യം, അജണ്ട ഇല്ലാതെ ഞാൻ പറയാം. ഏതായാലും ഇപ്പൊ അവരോട് വരുന്നതാണല്ലോ. അപ്പൊ അതുകൊണ്ട് ആലപ്പുഴയിൽ നിന്ന് ഒരു ബോട്ട് എടുക്കുക. ഒരു ബോട്ട് എടുത്തിട്ട് അവരൊന്ന് കറക്കി കൊണ്ടുവരണം. സന്തോഷമായിക്കോട്ടെ അല്ലേ? ഓക്കെ ശരി. ഓക്കെ. ഹലോ, നമസ്കാരം. അല്ല, ഞാൻ എന്താ സിനിമ കണ്ടോണ്ടിരിക്കുകയാണോ എന്ന് വിചാരിച്ചു. അല്ല, ജോലി ചെയ്തോണ്ടിരിക്കുകയാണ്. അല്ല, ഇത്ര സന്തോഷത്തോടെ. ഈ മണ്ടോദരി ഇവിടെ? മണ്ടൂരി വന്നിട്ടില്ല. എന്താ വരാത്തത്? മണ്ടൂരി വരാത്തെന്താ അറിയില്ല സാറേ. അല്ല, അപ്പൊ നിങ്ങൾ ഒരുമിച്ചല്ലേ വരുന്നത്? അങ്ങനെയല്ല, ഒരുമിച്ച് വരുന്നില്ല, ഇവിടെ വന്നിട്ട് നടക്കുക. എന്നാ ശരി, ആയിക്കോട്ടെ. നടക്കട്ടെ. സാറേ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അല്ല മണ്ടോദരി, ഇതിപ്പോ സമയം എത്രയായി? നിങ്ങൾ കൃത്യസമയത്ത് ഓഫീസിൽ വരണ്ടേ? ഇത്തിരി ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? കർക്കിടക 5. അതല്ലെന്ന്, ഇന്ന് കമ്മീഷൻ വരുന്ന ദിവസമല്ലേ? അതല്ലേ സാറേ, ഞാൻ അവര് സ്വീകരിക്കാൻ വേണ്ടി മുല്ലപ്പൂ വെച്ച് സെറ്റ് സാരി കൊടുത്ത് സ്വീകരിക്കണ്ടേ? അത് നന്നായിട്ടുണ്ട്. പിന്നെ മണ്ടോദരി,
ആഫ്രിക്കൻ പായലിനാണല്ലോ നമ്മുടെ പ്രൊജക്ട്. പക്ഷെ എനിക്ക് തോന്നുന്നേ കമ്മീഷൻ വന്നാലും പ്രോജക്റ്റ് വെച്ചാലും ഈ ആഫ്രിക്കൻ പായൽ ഇവിടുന്ന് പോല. അതൊക്കെ ഇപ്പോഴുള്ള നിങ്ങളുടെ ധാരണയാണ്. ഇത് വരട്ടെ, ഇത് നടപ്പിലാവട്ടെ, അപ്പൊ ഈ പറയുന്ന ധാരണകളൊക്കെ മാറും. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. ആയിക്കോട്ടെ, അത്ര ആ കാര്യത്തെ കുറിച്ച് പറയാനുള്ളൂ. ഹലോ, അത് ശരിക്കല്ലേ ഇങ്ങനെ. പിന്നെ ആ ടി എ ഒക്കെ കൃത്യമായിട്ട് എഴുതിയിട്ട് തരണേ കേട്ടാ. വലിയ സന്തോഷത്തില്ല. പിന്നെ മണ്ടു, ഞാൻ ഇന്നലെ 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചായിരുന്നല്ലോ, അതൊക്കെ ചെയ്തോ? എന്തെന്നോ? ഞാൻ ഇന്നലെ 1-2 കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അത് ചെയ്തോ? പറഞ്ഞിരുന്നു. എന്തായിരുന്നു? അപ്പൊ അതൊന്നും പറഞ്ഞില്ലേ നിങ്ങള്? അതെ, അവിടെ തുരുമ്പെടുത്ത് കിടക്കുന്ന കൊയ്ത്തു മെഷീൻ, നടിയിൽ മെഷീൻ, പിന്നെ പൂട്ടു മെഷീൻ, ഇതിന്റെ ഒക്കെ പാടം മൊത്തത്തിൽ ഒരു കണക്കെടുക്കണം. ഏതൊക്കെ എത്ര ഉണ്ട് എന്നുള്ളത്. എന്നിട്ട് അത് നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാളെ ഏർപ്പാടാക്കാന്നൊക്കെ ഇന്നലെ പറഞ്ഞു പോയതല്ലേ? പോയതായിരുന്നു. അത് മറന്നു. ഓർമ്മല്ല. രാവിലെ നേരത്തെ 8 മണിക്ക് ഇവിടെ ഓഫീസിൽ വരും. ഇവിടെ ഇരുന്ന് ചിരിക്കാൻ തുടങ്ങും. 5 മണിയായ ചിരി നിർത്തി നേരെ വീട്ടിൽ പോകും. എന്തിനാ വരുന്നത്? പിന്നെ മണ്ടോദരി, നമ്മൾ ഈ ഉദ്യോഗസ്ഥന്മാര് തമ്മിലൊരു ധാരണ ഇല്ലെങ്കിൽ പിന്നെ കൃഷിഭവന്റെ കാര്യം പോക്കാണെന്ന് മന്ത്രി നാഴേക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ സാറേ, മന്ത്രിക്ക് ഇങ്ങനെ വിളിച്ച് പറഞ്ഞാൽ മതി. ഇവിടെ നമ്മൾ എത്ര സ്റ്റാഫ് ഉണ്ടെന്ന് പുള്ളിക്കാരൻ അറിയാമോ? സാർ ഒരു കാര്യം ചെയ്യും, എന്തായാലും മന്ത്രിക്ക് കുറെ PA മാരുണ്ടല്ലോ, അവർക്ക് ശമ്പളം കൊടുക്കണം, പെൻഷനും കൊടുക്കണം. ഇനി മന്ത്രി വിളിക്കുമ്പോ പറയാം അതിൽ നിന്നൊരു 3-4 പേരെ ഇങ്ങോട്ട് വിടാൻ. ഇവിടുത്തെ പണിയൊക്കെ ചെയ്തിട്ട് പോട്ടെ. അവിടുന്ന് സ്റ്റാഫ് ഇവിടെ കൃഷിഭവനിലേക്ക് പറഞ്ഞ പോലെ കേട്ടാ? എന്തെന്നാ കേട്ടെ? എന്ത്? ഒക്കെ കേട്ടു. ഈ സാറിന് എന്താ ഭ്രാന്താണോ? വെറുതെ നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ. എന്ത് ചെയ്യണേ? ഏത്? ആ മെഷീന്റെ എണ്ണ എടുക്കാൻ പറഞ്ഞില്ലേ? എടുക്കണം. ആര്? അത് നമ്മളെടുക്കണം. നമ്മളല്ല, ഇയാള് പോയിട്ട് എടുക്കണം. ഞാൻ ഒറ്റയ്ക്ക? ഇല്ല, വീട്ടിൽ നിന്ന് 5-6 പേരെ വിളിച്ചോണ്ട് പോവാ. ജോലി കിട്ടിയതല്ലേ. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം. ആഹാ. അപ്പൊ ആരാന്നോർത്ത എണീറ്റുന്നത്? ഞാൻ നീട്ട് കണ്ടപ്പോ കിട്ടു. അല്ല, ചേച്ചി നീട്ടപ്പണി ഇട്ടത്. ചേച്ചിയാ? ഇപ്പൊ സാറ് പറഞ്ഞില്ലേ കമ്മീഷൻ വരുന്ന? കമ്മീഷനാണ്. കമ്മീഷൻ. ആഫ്രിക്കൻ പായൽ ഇത് 1940-കളിൽ ബ്രസീലിലാണ് ഇത് കണ്ടുവരുന്നത്. വിദേശിയാണ്. ഇല്ല സന്ധി സാറേ, ഇത് ബ്രസീലിനാണല്ലോ ഇതിന്റെ ഉത്ഭവം. പിന്നെ ഇതിനെ ആഫ്രിക്കൻ പായൽ എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്? ചിലപ്പോ ആഫ്രിക്കയിലായിരിക്കും. അതിനൊന്നും ചിലഞ്ഞ് നോക്കണ്ട, നമ്മൾ പദ്ധതിയെ കുറിച്ച് പറയട്ടെ, അത് നമ്മൾ വിടും. അപ്പോ നമുക്ക് നമ്മുടെ കേരളത്തില് ഇത് എത്ര ഹെക്ടറിൽ ഇത് വ്യാപിച്ച് കിടക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു സർവേ നടത്തണം ആദ്യം. അതൊക്കെ അറിയണം. അറിഞ്ഞു അതൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവണ്ട. അതെ, അങ്ങനെ അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പായല് നമ്മൾ മൊത്തം കളക്ട് ചെയ്യണം. എല്ലാ പ്രദേശത്തെ ഒന്നിച്ച് കളക്ട് ചെയ്യണം. എന്നിട്ട് വെയിലത്തിട്ട് ഇത് ഉണക്കണം. ഉണക്കി കഴിഞ്ഞതിന് ശേഷം ഇത് പൊടിക്കണം. പൊടിക്കണ കാര്യം പറഞ്ഞപ്പോ ഈ പൊടിക്കണ പരിപാടി ഉണ്ടല്ലോ, അത് നമ്മുടെ ഈ കുടുംബശ്രീയുടെ അയൽക്കൂട്ടത്തിലെ തൊഴിലുറപ്പിലെ അവർക്കെല്ലാം നമുക്ക് വീതിച്ചു കൊടുക്കും. അപ്പൊ അവർക്കൊരു പണിയാവും. പിന്നെ പൊടിക്കണ കാര്യത്തിൽ അവരൊക്കെ പൊടി പൊടിക്കും. ഈ പൊടി ഉണ്ടല്ലോ സാറേ, ഈ പൊടിക്കകത്ത് നമ്മൾ ജൈവവളം കയറ്റും. ജൈവവളം കയറ്റി കഴിഞ്ഞാൽ അത് നന്നായി മിക്സ് ചെയ്ത് നമ്മൾ ഇത് ചെറിയ ചെറിയ പാക്കറ്റുകളിലാക്കും. എന്നിട്ട് ഈ പാക്കറ്റ് നമ്മുടെ കൃഷിഭവൻ മുഖേന ജനങ്ങൾക്ക് വിതരണം ചെയ്യും. ജനങ്ങൾക്ക്, അതായത് കർഷകർക്ക് ഇത് ഏത് കൃഷിക്കും നല്ല ജൈവവളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിന്റെ ചുരുക്കം പറഞ്ഞാൽ നമുക്കെതിരെ വാളുമായിട്ട് വരുന്ന ശത്രുവിനെ നമ്മളെ പിടിച്ചണച്ച് നമ്മളെ ഒതുക്കി എടുത്തിട്ട് നമ്മളെ അടിമയാക്കി നമ്മളെ പണിക്കാരനാക്കുന്നു. സാറേ, നമുക്ക് ഇത്തരം ചർച്ചകൾ നമുക്കൊരു 5-star ഹോട്ടലിൽ ഫെസിലിറ്റിയിലാക്കുന്നതല്ലേ നല്ലത്? പ്രോജക്ട് ഇത്രയും ഗംഭീരമല്ലേ? ഇങ്ങനെയുള്ള ചർച്ചകൾ നമ്മൾ 5-star ഹോട്ടലിൽ വെച്ചല്ല ചെയ്യേണ്ടത്. ഇത് പ്രകൃതിയായിട്ട് ഇണങ്ങി നിൽക്കുന്ന ഒരു സംഭവമല്ലേ പായൽ ഇത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം?
നല്ലൊരു 5 സ്റ്റാർ സെറ്റപ്പിലുള്ള ഒരു ഹൗസ് ബോട്ട് എടുക്കണം. എടുത്തിട്ടുണ്ട്. ആ ഹൗസ് ബോട്ടിൽ നമ്മൾ യാത്ര ചെയ്ത് നമ്മൾ ആ പായലൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ വാരി പ്രകൃതിയുടെ കാറ്റും കൊണ്ട് മീൻ പിടിച്ച് മീൻ വറുത്ത് മീൻ ഉണക്കി ചുട്ട് കഴിച്ച് അങ്ങനെ യാത്ര ചെയ്താൽ ഇതിന് മൂട് വരും. എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹൗസ് ബോട്ടൊക്കെ നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പൊ സാറേ ഈ പ്രോജക്റ്റിന് നമുക്ക് എന്ത് കോസ്റ്റ് വരും? നമ്മൾ ഇതിന് ഏകദേശം ഒരു 74 കോടിയാണ് എസ്റ്റിമേറ്റ് കാണുന്നത്. 74 കോടിയോ? അയ്യോ, കൂടിപ്പോയി ഇച്ചിരി കുറയ്ക്കാൻ സാർ. പക്ഷെ എന്നാലും മീറ്റിങ്ങുകളും ഒക്കെ ഉണ്ടല്ലോ. നിങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് അവതരിപ്പിക്കണേ. ഒരു 85 കോടിയൊക്കെ റൗണ്ട് ചെയ്യൂ. ആ പദ്ധതിക്ക് വേണ്ടി 75 മാറ്റി വെക്കൂ. ബാക്കി 10 കോടി നമ്മുടെ ചർച്ചയ്ക്കും അതിനും ഇതിനുമായിട്ട് മാറ്റി വെക്കണ്ടേ? 10 കോടി കൊണ്ട് ചർച്ചക്ക് തികയോ? അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ ഭരണസമിതി അല്ലേ, അപ്പൊ നമുക്ക് അത് കുറച്ച് ദൂർത്ത് കുറയ്ക്കാം. നമ്മളായിട്ട് ഇനി കുറച്ച് ദൂർത്തടിച്ചു വേണ്ട, 10 നമുക്ക് നിർത്താം. പിന്നെ ഇപ്പൊ ഏതായാലും നമുക്ക് ഇത്രയും ബഡ്ജറ്റും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ബ്രസീലിലൊന്ന് പോയാൽ നല്ലതായിരിക്കും. പിന്നെ പോണം. അല്ലല്ല, അങ്ങനെയാണ് നമ്മൾ പോകാതെ. ഇതിനെ കുറിച്ച് നമ്മൾ ആധികാരികമായിട്ട് പഠിക്കാൻ പോകണമെങ്കിൽ ബ്രസീലിലല്ല പോകേണ്ടത്. നമ്മൾ ആദ്യം ആഫ്രിക്കയിൽ പോയി അവിടുത്തെ പഠനം നടത്തിയതിനു ശേഷം ബ്രസീലിൽ പോവാ. എന്നിട്ട് നമുക്ക് ഇന്ത്യയിലേക്ക് വരാം. അതാണ് അപ്പോഴേ പദ്ധതി പൂർത്തിയാവും. എന്നാ പിന്നെ നമുക്ക് ഓരോ കരിക്ക് കുടിച്ചിട്ട് നേരെ ഹൗസ് ബോട്ടിലോട്ട് പോവാം. ആയിക്കോട്ടെ, നല്ലതാണ്. ഇളവീർ നല്ലതാണ്. ഞാൻ കുറെ ദൂരെ നിന്ന് വരുവാ കേട്ടോ. എന്റെ പേര് ശീതളെന്ന. അപ്പൊ ഇവിടെ വന്നാൽ ഈ ആഫ്രിക്കൻ പായലിനെ തുരത്താനുള്ളൊരു മാർഗം പറഞ്ഞു തരുമെന്ന് പറഞ്ഞായിരുന്നു. കറക്റ്റ് സമയത്താ വന്നേ. ആണോ? ഓ ഓ, ഒരു കാര്യം ചെയ്യും, അകത്ത് സാറുണ്ട്. അവിടെ ഈ ആഫ്രിക്കൻ പായലിനെ എങ്ങനെ ഇല്ലാതാക്കാന്നുള്ള ചർച്ച നടക്കാം. ആണോ? കമ്മീഷൻ അംഗങ്ങളൊക്കെ ഉണ്ട്. ഓ, അങ്ങോട്ട് ചെന്നോളൂ. കൃത്യം ദിവസമായ അതെ അതെ അതെ, കറക്റ്റ് ടൈം.